Hello everybody. Today I am going to discussing with you different modes of investing in mutual fund industry and now we are discussing with what is mutual fund KYC. Any bank, lending institution, investment platform, mutual fund companies, insurance firms, basically any company that provides financial services needs to do a background check of its customers. This is mainly done to prevent money laundering instances, frauds and criminal activities. KYC is another name for such background checks. Online KYC for mutual fund can be completed by investors and they can choose the offline route as well. നമുക്കറിയാം KYC എന്ന് പറയുന്നത് നോ യുവർ കസ്റ്റമർ. അതായത് ഇപ്പോൾ ബാങ്കിങ് ഇൻഡസ്ട്രിയിലാണെങ്കിലും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലാണെങ്കിലും KYC എന്ന് പറഞ്ഞൊരു മാൻഡേറ്ററി ആണ്, വളരെ കമ്പൾസറി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാനായിട്ട് ചെല്ലാൻ നേരത്ത് നമ്മുടെ 2 ഫോട്ടോസ്, പിന്നെ അതുപോലെ തന്നെ ID പ്രൂഫ്സ്, നമ്മുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ വേരിയസ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം ഇല്ലേ. അങ്ങനെ അതാണ് നോ യുവർ കസ്റ്റമർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ടും ഈ മണി ലോണ്ടറിങ് ഒക്കെ അതായത് പ്രൊഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും അതിനു വേണ്ടി തന്നെ 2002 പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് നിലവിൽ വന്നു. അതായത് ഇപ്പോൾ ഒരുപാട് മാൽ പ്രാക്ടീസസ്, അതായത് ഒരാളുടെ പേരിൽ തന്നെ വേറെ പല ആളുകളും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ പല രീതിയിലുള്ള ടാക്സ് തട്ടിപ്പുകൾ, പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് മണി അത് വൈറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മാൽ പ്രാക്ടീസസ്, ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് മെയിനായിട്ടും ആൻറ്റി മണി ലോണ്ടറിങ് സ്റ്റാൻഡേർഡ്സൊക്കെ, അതായത് അതിന് വേണ്ടിയിട്ടൊക്കെ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ എല്ലാ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീസും അത് കൺട്രോൾ ചെയ്യുന്നതും സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ 1992 സെബി ആക്ട് പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കീഴിലാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ KYC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ യുവർ കസ്റ്റമർ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആ കസ്റ്റമറിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അയാളുടെ പേര്, അയാളുടെ അഡ്രസ്സ്, അയാളുടെ നേറ്റീവ് പ്ലേസ്, അപ്പോൾ അതൊക്കെ പ്രൂവ് ചെയ്യിക്കുന്ന രീതിയിലുള്ള വേരിയസ് ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ നമുക്കറിയാം ID പ്രൂഫ് ഉണ്ട്, പിന്നെ അതുപോലെയാണ് ഇപ്പോൾ ആധാർ കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്. ഇതെല്ലാം വളരെ കമ്പൾസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. Why is mutual fund KYC compulsory? KYC is compulsory to make sure that investments made are of no spurious nature. Spurious എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാജമായിട്ടുള്ള. അപ്പോൾ വ്യാജമായിട്ടുള്ള നേച്ചറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് KYC കമ്പൽസറി ആക്കിയിരിക്കുന്നത്. പ്രിവെൻറ്റിംഗ് ഫ്യൂച്ചർ കേസസ് ഓഫ് മണി ലോണ്ടറിങ് ആൻഡ് ഫ്രോഡ്സ്. മണി ലോണ്ടറിങ്ങും ഫ്രോഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ KYC കമ്പൽസറി ആക്കിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ടു മേക്ക് ഷുവർ ദാറ്റ് എവരി വൺ ഹൂ ഈസ് ഇൻവെസ്റ്റിംഗ് പ്രൊവൈഡ്സ് their real names and details to prevent any unforeseen circumstances in future ഇല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ആധാർ കാർഡും അതുപോലെ തന്നെ ഇപ്പോൾ മറ്റുള്ള ഐഡൻറ്റിറ്റി പ്രൂഫുകളെല്ലാം കമ്പൽസറി ആയിട്ട് സബ്മിറ്റ് ചെയ്തെങ്കിലാണ് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ടോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുള്ളൂ. ഓക്കെ, next, so when an asset management company asks for identification documents for a mutual fund KYC check, it is mainly doing the same to establish authenticity. നമുക്കറിയാം ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ 3 ലെയേഴ്സ് ആണുള്ളത് ഇല്ലേ. നമുക്കറിയാം സ്പോൺസർ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സ്പോൺസർ, സെക്കൻഡ് വൺ ഈസ് ട്രസ്റ്റി, ബോർഡ് ഓഫ് ട്രസ്റ്റീസ്, തേർഡ് വൺ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. അപ്പോൾ ഫണ്ടിങ് ആക്ടിവിറ്റീസ് ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ട്രസ്റ്റി ആണ്. മ്യൂച്വൽ ഫണ്ടിനകത്ത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ
മുമ്പിൽ ഈ ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് എന്താണ് ആര് സബ്മിറ്റ് ചെയ്യണം, ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഹൗ ക്യാൻ യു ഗെറ്റ് യുവർ മ്യൂച്വൽ ഫണ്ട് KYC ഡൺ? നമുക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമുക്ക് മ്യൂച്വൽ ഫണ്ട് KYC എന്താണ് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓഫ്ലൈൻ KYC വിത്ത് KRA. KRA എന്ന് പറഞ്ഞാൽ KYC രജിസ്ട്രേഷൻ ഏജൻസീസ്. KYC രജിസ്ട്രേഷൻ ഏജൻസീസിനാണ് നമ്മൾ KRA എന്ന് വിളിക്കുന്നത്. അതായത് ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഏജൻസി. മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ അത് ഒരു സിംഗിൾ ഡാറ്റാബേസിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, ഓഫ്ലൈൻ KYC വിത്ത് KRA. CDSL Venture Limited has been authorized by the mutual fund industry to conduct KYC process for its investors. CVL is taking care of customers profiling and record keeping for completing the KYC norms. അപ്പോൾ ഇന്ത്യയിലുള്ള 5 entities എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ KYC രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഉള്ള 5 എൻറ്റിറ്റീസിൽ ഒരെണ്ണമാണ് CDSL വെഞ്ചർ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഈ CDSL വെഞ്ചർ ലിമിറ്റഡ് അങ്ങനെയുള്ള മറ്റുള്ള എൻറ്റിറ്റീസ് എല്ലാം തന്നെ എന്താണ് സെബിയുടെ രജിസ്ട്രേഷൻ ഉള്ളതാണ്. സെബിയുടെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള എൻറ്റിറ്റീസൊക്കെ. ഓക്കെ, അപ്പോൾ ഓഫ്ലൈൻ KYC അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് KYC രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഏജൻസീസിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഫസ്റ്റ്ലി യു ക്യാൻ ഡൗൺലോഡ് ദ KYC ആപ്ലിക്കേഷൻ ഫോം ഫ്രം CDSL വെബ്സൈറ്റ്. CDSL വെബ്സൈറ്റിൽ നിന്ന് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഈ CDSL അല്ലാതെ തന്നെ CAMS ഉണ്ട്, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസസ്. അതൊരു ഒരു എൻറ്റിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ ഡോട്ടക്സ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ്, അതൊരു എൻറ്റിറ്റിയാണ്. പിന്നെ കാർവി ഡാറ്റ മാനേജ്മെൻറ്റ് സർവീസസ് ലിമിറ്റഡ്. പിന്നെ 5th വൺ NSDL ഡാറ്റ മാനേജ്മെൻറ്റ് ലിമിറ്റഡ്. ഇപ്പോൾ ഏതിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ KYCയുടെ KYCയുടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനുശേഷം fill in the details, attach copies of your attested photograph, ID proof, address proof and PAN card. ഇത്രയും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക. Submit all these along with the application form to the mutual fund house or the intermediary you have chosen to invest with by going to the office. ഓക്കെ, അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്തതിന് ശേഷം ആ മ്യൂച്വൽ ഫണ്ട് ഹൗസ് അല്ലെങ്കിൽ ആ കമ്പനിയിൽ കൊണ്ടുപോയി അത് കൊടുക്കുക. അപ്പോൾ അതാണ് ഓഫ്ലൈൻ KYC രജിസ്ട്രേഷൻ്റെ ഫോർമാലിറ്റീസ്. രണ്ടാമതായിട്ടുള്ളത് ഓൺലൈൻ KYC വിത്ത് KRA. KRA ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, KYC രജിസ്ട്രേഷൻ ഏജൻസീസിനാണ് KRA എന്ന് വിളിക്കുന്നത്. When it comes to online KYC, the process needs to be individually with the mutual fund house, the intermediary or whichever platform you choose to invest with. The only differences that lies between offline and online KYC is that you will have to fill the form online and upload all the documents required. അപ്പോൾ ഓൺലൈൻ ഇതിനകത്ത് വ്യത്യാസം ഏതെങ്കിലും ഒരു ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈൻ മോഡിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക. പിന്നെ അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുക. അതാണ് മെയിനായിട്ട് അതിൻ്റെ ഉദ്ദേശം. ഇറ്റ് റിലീവ്സ് യു ഫ്രം ദ cumbersome process of physically going to the office just to go get an authentication done. അപ്പോൾ കംപ്രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള പല പ്രോസസ്സും ഫിസിക്കലി നമ്മൾ ചെയ്യാനുള്ള പല കംപ്രസം പ്രോസസ്സ്, ഡിഫിക്കൽട്ട് പ്രോസസ്സൊക്കെ നമുക്കത് ഒഴിവാക്കി ടൈം സേവ് ചെയ്യാനും സ്പീഡി ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാനും സാധിക്കും. ഓക്കെ, അപ്പോൾ KYCയിൽ നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് വെബ്സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്യുക. പിന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ അക്കൗണ്ടിനകത്ത് നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ നെയിം, പാൻ കാർഡ് ഡീറ്റെയിൽസ്, ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. പിന്നെ ഒരു സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ KYC പ്രോസസ് via a KRA online or offline, you will get a KYC identification number that can be shared with your chosen investment platform for you to begin investing. അതായത് നമുക്ക് ഈ KYC ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
പിന്നെ അതുപോലെ ആധാർ ബേസ്ഡ് KYC ഉണ്ട്. അതായത് നമുക്ക് ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു KYC ആണ് ആധാർ ബേസ്ഡ് KYC എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് ഫണ്ട് ഹൗസസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ആധാർ ബേസ്ഡ് KYC സിസ്റ്റം. ഇപ്പോൾ നമുക്കറിയാം ആധാർ വന്നതിൽ പിന്നെ എല്ലാ ട്രാൻസാക്ഷൻസ് വരുമ്പോഴും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഓക്കെ, what are the documents required? Authenticity is established on different levels. Your name, photograph, resident address, income proof need to be verified for the same. These are the documents that are required. Next, PAN card. Your PAN number is compulsory or mandatory for your mutual fund KYC. PAN number വളരെ compulsory ആണ്. പിന്നെ next, identity and address proof. Any documents such as your driver's license, passport, Aadhaar card can be used in this regard. You can also use your electricity bills for address proof. However, in that case you will have to provide a separate document for your ID proof. അപ്പോൾ ഐഡൻറ്റിറ്റി പ്രൂഫ് കൃത്യമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് CKYC സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് KYCയുടെ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് CKYC സെൻട്രൽ നോ യുവർ കസ്റ്റമർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് 5 എൻറ്റിറ്റീസ് ഉണ്ടെന്നത്. ദർ ആർ 5 എൻറ്റിറ്റീസ് ഫോർ രജിസ്റ്ററിങ് KYC പ്രോസസ്. അപ്പോൾ ഇന്ത്യയിൽ എന്താണ് 5 എൻറ്റിറ്റീസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ CAMS, എന്താണ് കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസ്, പിന്നെ CDSL വെഞ്ചർ ലിമിറ്റഡ്, തേർഡ് വൺ ഡോട്ടക്സ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ്, ഫോർത്ത് കാർവി ഡാറ്റ മാനേജ്മെൻറ്റ് സർവീസസ് ലിമിറ്റഡ്, ഫിഫ്ത്ത് വൺ NSDL ഡാറ്റ മാനേജ്മെൻറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഇത്രയും എൻറ്റിറ്റീസ് ഉണ്ട്. അപ്പോൾ 5 എൻറ്റിറ്റീസിൽ നിന്നുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ എന്താണ് നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും പേഴ്സണൽ ഡീറ്റെയിൽസ് എന്താണ് ഈ വെബ്സൈറ്റിൽ, അതായത് സെൻട്രൽ KYC വഴിയായിട്ട് ഒരു സിംഗിൾ വിൻഡോയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് KYCക്ക് പുറമെ CKYC എന്നുള്ള സെൻട്രൽ നോ യുവർ കസ്റ്റമർ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വന്നിട്ടുള്ളത്. ഓക്കെ, എല്ലാം സെബിയുടെ ഗൈഡ്ലൈൻസ് പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പിന്നെ മെയിനായിട്ടും ഈ KYCയുടെ വേറൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 2002 പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ കള്ളപ്പണം ഒക്കെ അതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്റ്റാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002. അപ്പോൾ ഇത് മണി ലോണ്ടറിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റത്തിൽ തന്നെ ഇത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ KYC എന്താണ് എത്രമാത്രം കമ്പൽസറി ആയിട്ടുള്ള ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു എന്താണ് ഒരു പ്രോസസ്സായിട്ട് എന്താണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.